ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മൾ അടുപ്പിലൊക്കെ കത്തിച്ച് ചിരട്ടയൊക്കെ കത്തിച്ച് കഴിഞ്ഞാലുള്ള അതിൻ്റെ ചാരം കളയാതെ അതുകൊണ്ടിട്ടുള്ള 2-3 ഉപയോഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് പുളിയൊക്കെ വാങ്ങിക്കുമ്പം പുളി ഭയങ്കര ഹാർഡായിരിക്കും. പുളി കുറേ സമയം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണ്ടി വരും അത് ശരിക്കും ഒന്ന് പിഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ മുമ്പൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുളി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഇന്നത് പൂത്തൊന്നും പോവാതെയും അതേപോലെ നമ്മൾ കുറേ കാലമൊക്കെ കുറേ അധികം പുളിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിക്കിൽ പൂത്ത് പോവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ ഒരുമാതിരി തരി പോലത്തെ ഒരു സാധനം വന്ന് നിൽക്കുന്നതും അതേപോലെ തന്നെ കറുത്ത കുത്തനൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി വെക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉപ്പ്, കല്ലുപ്പോ പൊടിയുപ്പോ ഏതെങ്കിലും ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറ്റൽമുളകിൻ്റെ അടിയിലത്തെ വിത്തില്ലേ, ഈ സാധനം എടുത്തിട്ട് നമ്മൾ ഈ ഒരു പുളി വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. എത്ര കാലം കഴിഞ്ഞാലും പുളി ഒന്ന് പൂത്തു പോവുമോ അല്ലെങ്കിൽ കുത്തം വരുമോ അല്ലെങ്കിൽ ഒരു തരി പോലത്തെ അതൊന്നും ഇല്ലാതെ കുറേ കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാരമാണ് കേട്ടോ. ചാരവും അതേപോലെ തന്നെ ചിരട്ടേൻ്റെ കത്തിച്ചിട്ടുള്ള ഈ ഒരു ചിരട്ടക്കരിയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് കത്തിക്കുന്നൊന്നും കാണിക്കുന്നില്ല, അപ്പോൾ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ് ആയിപ്പോവും. അന്ന് ഈ കുറച്ച് ചിരട്ടക്കരി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ തലയിൽ ഉപയോഗിക്കുന്നത് ഞാനിവിടെ മുറുക്കി വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരു മൂടി അളവിലെടുത്തിട്ട് ഈ ഒരു ചിരട്ടക്കരിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഡൈ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. മുടിയൊക്കെ കറുപ്പിക്കാൻ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഡൈ ഒന്നും വീട്ടിലില്ല എങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് തന്നെ മുടി കറുത്ത് വരുന്നതായിരിക്കും. ഇത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് അത് തേച്ച് വെക്കണം. അതിന് ശേഷം നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് തല കഴുകി കളയാവുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ മുടി കറുത്തിട്ട് ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതുപോലെ തന്നെ അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച 1.5 ഒക്കെ വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റുമേ. അടുത്ത ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ചാരത്തിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ചീഞ്ഞ് പോയിട്ടുള്ളതും അതേപോലെ തന്നെ തൊലി കറുത്തിട്ടുള്ളൊക്കെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ വെണ്ണീര് ഉപയോഗിച്ചിട്ട് അലുമിനിയം പാത്രം ആയാലും അല്ലെങ്കിൽ നിലവിളക്ക് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആയാലും കഴുകുമ്പം ഒരുപാട് സമയം കിടന്നോ നമ്മൾ ഉരയ്ക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുനാരങ്ങയും കൂടി ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് തൊടുമ്പോഴേക്ക് തന്നെ അലുമിനിയം പാത്രം ആയാലും അല്ലെങ്കിൽ വിളക്ക് പോലത്തെ ഓട്ടുപാത്രങ്ങളൊക്കെ ആയാലും നല്ല രീതിക്ക് തന്നെ വെളുത്തു വരും കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കുഞ്ഞു വിളക്കുമലാണ് കാണിച്ചിരുന്നത്. നമ്മൾ ക്വാർട്ടേഴ്സിലാണ് കൊണ്ടുവരുന്ന അലുമിനിയം പാത്രങ്ങളോ അല്ലെങ്കിൽ വലിയ വിളക്കുകളോ ഒന്നുമില്ല, ഇതേപോലത്തെ ഒരു കുഞ്ഞു വിളക്കാണല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വിളക്കുമലാണ് കാണിച്ചിരുന്നത്. നമ്മൾ വിളക്ക് കഴുകുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്തുള്ള എണ്ണയൊക്കെ തുടച്ച് കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറേ സമയം എടുക്കാതെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പിഴിഞ്ഞ നാരങ്ങേൻ്റെ ഈ ഒരു തൊലി ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ കഴുകിയെടുക്കുന്നത്. ഈ ഒരു ചാരം വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു ചിരട്ടക്കരി വെച്ചിട്ടാണ് ഞാനിത് വൃത്തിയാക്കി എടുക്കുന്നത്. അധികം നമ്മൾ ബുദ്ധിമുട്ടാതെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്കും ക്ലാവ് പിടിച്ചതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. ഈ ഒരു ചെറുനാരങ്ങയും ചാരവും കൂടിയൊക്കെ ചേരുമ്പോൾ ഒരുപാട് നമ്മൾ നിലവിളക്ക് കിടന്ന് ഉരച്ചിട്ടൊന്നും ബുദ്ധിമുട്ടില്ല, നല്ല രീതിക്ക് തന്നെ വെളുത്തിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ചിരട്ടയൊക്കെ കത്തിച്ചിട്ടുള്ള കരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. റബ്ബർ ബാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ നൂല് വെച്ചിട്ടോ കെട്ടി വെക്കുന്നത് കൂടുതൽ അഴിഞ്ഞു പോവാതിരിക്കും കേട്ടോ. ഇത് നേരെ നമുക്ക് നമ്മൾ പരിപ്പ്, കടല, അതേപോലെ ഗ്രീൻ പീസ്, ചെറുപയർ, ആട്ടപ്പൊടി, അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന കണ്ടെയ്നറിലേക്ക് ഇടുവാണെങ്കിൽ അതിനകത്ത് കുത്തിപ്പോവോ ഒരു ചെറിയ പ്രാണി വന്നിട്ട് കുത്തിപ്പോവോ പൂപ്പ് പിടിച്ചുവോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് കാലം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതെനിക്ക് ഏറെ ഉപകാരമായിട്ടുള്ളൊരു ടിപ്പാണ്. കാരണം ഞങ്ങൾ ലീവിന് പോകുമ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ ലീവ് കഴിഞ്ഞ് വരുമ്പം പൂത്തുപോവോ അല്ലെങ്കിൽ കുഞ്ഞു പ്രാണികൾ വന്നിട്ട് അരിച്ചെടുക്കുകയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് വെച്ച് പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.